അമ്പരചുംബികളായ ബിൽഡിങ്ങുകളും നഗരങ്ങളും സിറ്റികളും ഒക്കെ കടന്ന് നമ്മുടെ വാഹനം മുന്നോട്ട് കുതിക്കുകയാണ്. എങ്ങോട്ട്? ആക്സിലേറ്റർ കൊടുക്കുന്നിടത്തോട്ട്, അല്ലാതെ പിന്നെ എങ്ങോട്ടാ അല്ലേ? എന്തെന്നൊക്കെയാണോ? ഞാൻ ചെറുതായിട്ടൊരു സന്തോഷ് ജോർജ് കുളങ്ങരയാവാൻ ശ്രമിച്ചതാണ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇതിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ വലിയ എന്താ പറയുന്നത്, ഇൻട്രോഡ് ഒന്നും ആവശ്യമില്ല. നമ്മൾ പോകുന്നത് ചന്തയ്ക്കാണ്. നമ്മൾ ചന്തയെന്നല്ല, നമ്മൾ ചന്തയിൽ പോവാന്ന്, ഐ മീൻ ഫിഷ് മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ സ്റ്റൈലിൽ പറയാം. നമ്മൾ ഫിഷ് മാർക്കറ്റ് വരെ പോകാട്ടോ. അവിടെ എന്തിനാണ് പോകുന്നത്? മീൻ വാങ്ങിക്കാൻ. അല്ലാതെ അതിനുള്ള സ്വർണ്ണമൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ലല്ലോ. ഇതെന്ത് പറ്റി എനിക്ക് മൊത്തത്തോടെ തർക്കുത്തരം. അങ്ങനെ ഞാനും ജസ്റ്റിയും നേരെ ഫിഷ് മാർക്കറ്റിലെത്തിയ. ഇന്ന് ജേഡൻ നമ്മുടെ കൂടത്തിലില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയത്തില്ല, ഇപ്പോൾ ഫിഷ് മാർക്കറ്റ് ഒന്നും പറഞ്ഞാൽ പുള്ളിക്ക് വലിയ ഗുമ്മുള്ള കാര്യമൊന്നുമല്ല. പുള്ളിക്ക് വരാൻ താല്പര്യമില്ല. ഞാൻ വീട്ടിലിരുന്നോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ ഫിഷ് മാർക്കറ്റ് ഏകദേശം വിജനമായിരുന്നു. കാരണം ഞങ്ങൾ വൈകുന്നേരം പോയി. അവിടെ ചെന്നപ്പോഴേ ചേട്ടന്മാർ വെച്ചു, നിങ്ങൾ എന്താ വൈകുന്നേരം വന്നേ, രാവിലെ നല്ല ഫ്രഷ് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകത്തില്ലെന്ന്. പക്ഷേ രാവിലെ ജോലിക്ക് പോകണ്ടേ? അത് തന്നെയല്ല, അതല്ലേ പിന്നെ നമുക്ക് വീക്കെൻഡിൽ പോകണേ. ജസ്റ്റിക്ക് വീക്ക് ഡേയ്സിൽ രാവിലെ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് ജോലിക്ക് പോകുന്നൊന്നും ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ എപ്പോഴാണെന്ന് വെച്ചാൽ സമയമുള്ളപ്പോൾ പോവുക, അത് തന്നെ. പക്ഷേ രാവിലെ പോയാൽ നല്ല പിടയ്ക്കുന്ന മീനെ വാങ്ങിച്ചുകൊണ്ട് വരാം. വൈകുന്നേരം പോയാൽ അത്രയ്ക്ക് പിടയൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും നല്ല മീൻ കിട്ടും കേട്ടോ. ഇങ്ങോട്ട് നോക്കി എന്തോരം മീനാണെന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് കുറേ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് മാൾട്ടയെന്നൊക്കെ ഒരു പുള്ളിക്കാരത്തെ സ്ഥിരം മെസ്സേജ് ഇടും, ഈ മീൻ കാണുമ്പോൾ ഇറ്റി കൊതിയാകുന്നതെന്ന് പറഞ്ഞിട്ട്. സത്യം പറയാമല്ലോ, മീൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോന്നേ? എനിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ മീനൊക്കെ വാങ്ങിച്ചു. ഈ പ്രാവശ്യം ഞാൻ അധികം വലിച്ചു നീട്ടി ഫിഷ് മാർക്കറ്റ് ഒന്നും കാണിക്കുന്നില്ല. കാരണം ഇത് സ്ഥിരം കാണിച്ച് നിങ്ങൾ മടുത്തില്ലേ? അത് തന്നെയല്ലേ, ഞങ്ങൾ ചെന്നപ്പോഴത്തേന് ഏകദേശം മീനിൻ്റെ പല സ്റ്റോളുകളും ക്ലോസ്ഡ് ആയിരുന്നു. കുറേയൊക്കെ ഉണ്ട്, കുറേയൊക്കെ അത് തന്നെയല്ലേ. ഇപ്പോൾ ഉണ്ടല്ലോ മീനിന് ഭയങ്കര വിലയാണ്. ഒന്നാമത്തെ റീസൺ ഭയങ്കര ചൂടാണ്. ചൂടാകുമ്പോൾ മീനെല്ലാം ഉൾക്കടലിലോട്ട് പോകും അത്രേ. അപ്പോൾ പിന്നെ ഈ ചൂടത്ത് ഇവർ ബോട്ടിൽ പോയി ഒക്കെ മീൻ പിടിക്കുന്നതല്ല, അതുകൊണ്ട് വില കയറും. പിന്നെ രണ്ടാമത്തെ റീസൺ ഈ ക്രൈസിസ് ഒക്കെ വന്ന് ഇവിടുത്തെ ഈ പ്രോബ്ലംസ് ഒക്കെ വന്നതുകൊണ്ട് മീനിന് കുറേയേറെ വില കൂടി. അതുകൊണ്ട് മീനുകൾക്കൊക്കെ കൈ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് നമുക്ക് മീൻ വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ കുറേ മീനൊക്കെ വാങ്ങിച്ച മീനൊക്കെ ഇതേ വെട്ടാൻ കൊടുത്തിട്ട് ഞാനിരിക്കുന്നത് കണ്ട മീൻ വെട്ടുന്നിടത്ത് പൂച്ചിരിക്കുന്ന പോലെ ഇരിക്കും അല്ലേ? സത്യം. അതുപോലെ തന്നെ എനിക്കും തോന്നുന്നു. ഞാൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഈ ചില്ലിനകത്തോട്ട് നോക്കി അപ്പുറത്തെ ചേട്ടന്മാർ മീൻ വെട്ടുന്ന കാണാവേ. ഞാൻ പറഞ്ഞില്ലേ, വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മീൻ വെട്ടുന്ന എനിക്ക് കാണാമായിരുന്നു. അവിടെ നിൽക്കുന്ന ഒരു ചേട്ടനാണ് നമ്മുടെ മീൻ വെട്ടുന്നത്. ആ ചേട്ടൻ ഓരോ മീനും പൊക്കി കാണിക്കും, ഈ മീൻ ഇങ്ങനെയാണോ മോളെ വെട്ടണ്ടേ, ആ മീൻ അങ്ങനെയാണോ വെട്ടണ്ടേന്ന്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും, ചേട്ടാ ഈ മീൻ സ്ലൈസ് ചെയ്ത് മറ്റേ മീൻ ക്യൂബ്സ് ആയിട്ട്, മറ്റേ മീൻ ചെത്തിക്കള, മറ്റേ മീൻ്റെ തല വേണ്ട എന്നൊക്കെ. അങ്ങനെ മീനെല്ലാം വെട്ടി നമ്മുടെ മീൻ റെഡിയാകുമ്പോൾ നമ്മുടെ ടോക്കൺ നമ്പർ വെട്ടിക്കഴിയുമ്പോൾ ടോക്കൺ നമ്പർ മണ്ടേ തെളിയും. അപ്പോൾ നമ്മൾ പോയാൽ മതി. ആ പച്ച തെളിഞ്ഞതൊക്കെ റെഡിയായതാണ്, ആ ചുമന്ന് തെളിഞ്ഞതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ റെഡിയായി. ആ ചേട്ടന്മാരുടെ എന്തൊക്കെയോ തമാശ പറഞ്ഞു. തമാശയൊന്നുമല്ല, ശ്രീലങ്കൻ ചേട്ടനോട് മലയാളത്തിൽ പോയി വർത്താനം പറഞ്ഞാൽ ചേട്ടൻ എന്തെങ്കിലും മനസ്സിലാവോ? കുച്ചു നഹി, അത് തന്നെ. അപ്പോൾ അവർക്ക് ചിരി വന്നു, എനിക്കും ചിരി വന്നു. പൊട്ടിയായ ഞാൻ. അങ്ങനെ ഞങ്ങൾ മീൻ മാർക്കറ്റിനോട് ബൈ ബൈ പറഞ്ഞു. അവിടെ നിന്ന് ചേട്ടന്മാർക്കൊക്കെ, ഞാൻ മീൻ മാർക്കറ്റിൽ പോയാൽ നമ്മുടെ മലയാളി ചേട്ടന്മാരുടെ അടുത്തൊന്നും മാത്രമേ വാങ്ങിക്കുള്ളൂ, അതല്ലാതെ GCCക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമ്മൾ മലയാളികളോട് വേണ്ട സ്നേഹം കാണിക്കാൻ. അങ്ങനെ അവരോടെല്ലാം ബൈ പറഞ്ഞ് മീനുകളോടും ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി. ഇവിടെ മീൻ മാർക്കറ്റ് മാത്രം, മീൻ ചന്ത മാത്രമൊന്നുമല്ല കേട്ടോ. നല്ല ഒന്നാമതൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റും ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് അബുദാബി വരുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഫിഷ് മാർക്കറ്റ്. അയ്യെന്നൊന്നും പറയണ്ട, ഫിഷ് മാർക്കറ്റ് മാത്രമല്ല, ശരിക്കും കാണാനുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ സ്മെല്ല് പിടിച്ച് വെള്ളമൊക്കെ വീണ് അങ്ങനെ ഒന്നുമല്ല. മീനിൻ്റെ മണം ഉണ്ടാകും, പക്ഷെ അത്ര സ്മെല്ലോ നാറ്റോ അങ്ങനെ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ നല്ല അടിപൊളി സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് അവിടെ പോയി നല്ല സീ ഫുഡും കഴിക്കാം. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ച് അബുദാബി സിറ്റി കൂടെ തിരിച്ച് പരക്കം പായുന്നതാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയുണ്ടല്ലേ ഇരുട്ടത്ത് കാണാനായിട്ട്, നല്ല ഭംഗി കാണാനായിട്ട്. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മീൻ വിശേഷങ്ങൾ. ഞാൻ മീനുമായി പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാക്ക് പഠിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും സന്ധിപ്പത് വരേക്കും തൽക്കാലത്തേക്ക് സൈനിങ് ഓഫ് ലിറ്റി ജസ്റ്റിൻ. പോയച്ചും വരാം.